ഇത് കണ്ടോ, ഇതൊരു മൾട്ടി ഗ്രാഫ്റ്റഡ് മാവാണ്. ഈ കാണുന്നത് ഒരു കുളമ്പ് മാവിൻ്റെ ബ്രാഞ്ചാണ്. അതുപോലെ ഈ കാണുന്നത് വളരെ കേരളത്തിൽ സുപരിചിതമായിട്ടുള്ള നാംഡോക്മായി എന്ന വിദേശയിനം മാവാണ്. അതുകൂടാതെ തന്നെ ഈ ബ്രാഞ്ചിൽ കാണുന്നത് ഏതാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് എന്നറിയപ്പെടുന്ന ഹെവി സൈസ് മാങ്ങ കിട്ടുന്ന മാവിനം. അതുപോലെ ഈ താഴെ കാണുന്നതും കുളമ്പിൻ്റെ ഇനമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇല ശ്രദ്ധിക്കും. ഇതുപോലെ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് ഒരു മാവിൽ തന്നെ പല ഇനങ്ങൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിജയകരമായിട്ട് ഒരു മാവിൽ തന്നെ നമുക്ക് ഒരുപാട് മാങ്ങകൾ നമുക്ക് പറിച്ച് കഴിക്കുവാൻ കഴിയും. ഇതിൽ ഓൾറെഡി മാങ്ങ കായ്ച്ചിരുന്നതുമാണ്, മാങ്ങ മഴയത്ത് വീണതുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വലിയ മാവിൽ എങ്ങനെയാണ് നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്, അത് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു റൂട്ട് സ്റ്റോക്കിൽ ഒരു ഇനം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന വീഡിയോ കാണിച്ചായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മാവിൽ നമുക്ക് ഒരുപാട് ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ തുടക്കത്തിൽ തന്നെ കാണിച്ചതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പല ഇനങ്ങൾ കായ്പ്പിക്കാൻ പറ്റുന്നൊരു ഗ്രാഫ്റ്റിംഗ് ടെക്നിക്കാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇത് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കുറച്ച് ടിപ്സുകളുണ്ട്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഗതികൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് ഇതുപോലൊരു തെർമോക്കോൾ കട്ടർ ആവശ്യമാണ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ ഇത് നമുക്കൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്, ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അത് മേടിക്കാം. പിന്നെ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ബ്ലേഡ് ആവശ്യമാണ്. അതുകൂടാതെ ഇതുപോലെ ഒരു കവർ ആവശ്യമാണ്. ഇത് ഞാൻ ഒരു സൈഡ് ഉരുക്കിയെടുത്ത സിപ്പപ്പ് കവർ പോലെയുള്ള കവറാണ്. സിപ്പപ്പ് കവർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സയോൺ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുകുളങ്ങൾ വന്ന സയോണുകളാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം ഒരു എന്താ പറയുക, അധികം പഴക്കമൊന്നും വരാത്ത ഒരു മൂക്കാത്ത കൊമ്പെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു കമ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അതെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പഴയതുപോലെ തന്നെ നമ്മൾ ഇലകളെല്ലാം ഒന്ന് കളയുകയാണ്. വലിയ റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സംശയമുള്ള എല്ലാവരും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരുന്നതാണ്. ഗ്രാഫ്റ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് കളയുമ്പോൾ ഏകദേശം ഇത്രയോ നീളമുള്ള ഒരു ശാനോളം നീളമുള്ള ഒരു കമ്പാണ് നമുക്ക് സയോണായിട്ട് കിട്ടിയത്. അതിനെ കൃത്യമായിട്ടുള്ളൊരു അകലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ചാൺ അകലം എന്നുള്ള കണക്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇതെടുത്തിട്ടുള്ളത് പ്രിയൂർ എന്ന മാവിൻ്റെ ഇനമാണ്. പ്രിയൂർ എന്ന മാവാണ് നമ്മളിതിൽ ചെയ്യുന്നത്. നാടൻ മാവാണ്, പേരയ്ക്ക മാങ്ങ എന്നും ഇതിനെ പറയും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മൂവാണ്ടൻ്റെ മാവ് ഇങ്ങനെ പടർന്ന് വളരുന്ന ഒരു കാറ്റഗറിയിലുള്ള മാവാണ്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ കുറച്ച് കൊമ്പുകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കണം. കാരണം നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തടസ്സങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് കൊമ്പുകളൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഗ്രാഫ്റ്റ് പിടിക്കുമെന്ന് സാധ്യതയുള്ള ഉറപ്പുള്ള കൊമ്പുകളിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, അതായത് ഈ ഒരു ബ്രാഞ്ചിൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം ബ്രാഞ്ചുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബ്രാഞ്ചായിട്ടുള്ള ഈ ബ്രാഞ്ചിലേക്കാണ് നമ്മൾ ഒരു ഇനം നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനിടയിലുള്ള ചെറിയ ബ്രാഞ്ചുകളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാം. ചെറിയ ബ്രാഞ്ചുകളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്, തടസ്സങ്ങൾ മാറ്റിയെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ഇത് നോക്കി ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കൊമ്പുകളെയൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ തടസ്സമായിട്ട് നിന്ന ചെറിയ ചെറിയ കൊമ്പുകളെയൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ മാറ്റിയെടുത്തു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു കൊമ്പുണ്ടായിരുന്നു, അതിനെ മാറ്റി ഇതിനെ അങ്ങ് മാറ്റി. 2 കൊമ്പുകൾ മാത്രമായിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ നമുക്ക് ഗ്രാഫ്റ്റ് പിടിപ്പിക്കാൻ ഭാഗമായിട്ടുള്ള ഭാഗം മാത്രം നമുക്കൊന്ന് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇതിലേക്കാണ് നമുക്ക് ഗ്രാഫ്റ്റ് പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കതിനൊന്ന് നീറ്റായിട്ട് വൃത്തിയാക്കി എടുക്കാം. നമ്മളിതായി കട്ട് ചെയ്ത ഭാഗം ഇതാണ്. അവിടെ നമുക്ക് ബ്ലേഡ് കൊണ്ട് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ചതവുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ചതവുകളൊന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബ്ലേഡ് കൊണ്ട് നമ്മളൊന്ന് ചതഞ്ഞ ഭാഗം ഒന്ന് ഷാർപ്പ് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഗ്രാഫ്റ്റ് പിടിക്കുന്നതിന് ചെറിയൊരു സാങ്കേതിക തടസ്സം വരും. ബ്ലേഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള മൂർച്ചയുള്ള ഒരു സംഗതികളാണെങ്കിലും നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതിന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ഉപകരിക്കുന്നതാണ്. അത് കണ്ടോ, നമ്മൾ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ അല്ലേ, നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായിട്ടും എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കട്ട് കൊടുക്കണം. നമ്മളൊരു 1.5 ഇഞ്ച് താഴേക്ക് നമ്മൾ ചെറുതായിട്ടൊന്നൊരു പിളർപ്പുണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ചെറിയൊരു പിളർപ്പുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സയോൺ ഇവിടെ കയ്യിലുണ്ട്, അതിനെ നമുക്കൊന്ന് ഷാർപ്പാക്കി എടുക്കാം. സയോൺ നല്ല രീതിയിലൊന്ന് 2 സൈഡും നമ്മൾ നീളത്തിന് കട്ട് ചെയ്ത് ഷാർപ്പാക്കി എടുക്കണം. രണ്ട് സൈഡ് നല്ല രീതിയിൽ ഷാർപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടുന്നതിനൊക്കെ ഒരു സഹായമാകും. ഒരേപോലെ നല്ല മൂർച്ചയായിട്ട് ഒരേപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ, ഒരേപോലെ ചെയ്തെടുക്കണം. അതിനുശേഷം ആ ഒരു ആപ്പ് പോലെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പിളർപ്പിലേക്ക് നമുക്ക് ഈ സയോണിനെ ഒന്ന് ഇറക്കി വയ്ക്കാം. ഇത് കണ്ടോ, ഈ ഒരു വി ഷേപ്പിലേക്ക് നമ്മളിവിടെ ഇറക്കിയത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ ഇറക്കി വെച്ചേക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സമ്പൂർണ്ണമായിട്ട് ഇനി ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് നമുക്ക് ചുറ്റണം. ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് നമുക്ക് ചുറ്റാം. ഇത് ചുറ്റുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ചുറ്റാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇത് വലിയ സംഭവമൊന്നുമല്ല, ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് കണ്ടോ, ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിലാവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഫൈനലി നമ്മളിതൊന്ന് ഇങ്ങനെ വലിച്ചിട്ട് അതിനെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റി ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ആ ടേപ്പിൻ്റെ അറ്റം കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കവർ ചെയ്ത് കെട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇതിപ്പോൾ അങ്ങനെ കവർ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ആ കവർ കൊണ്ട് തന്നെ നമ്മൾ കണ്ടോ, ആ കവർ കൊണ്ട് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ കവർ തന്നെ നമ്മൾ ഒന്ന് ഇതുപോലെ കെട്ടി ടൈറ്റ് ചെയ്ത് നിർത്തി കേട്ടോ. അതിനെ തന്നെ റോൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സിപ്പപ്പ് കവർ, നമ്മൾ വെള്ളം നിറച്ച സിപ്പപ്പ് കവർ ആ ഒരു നനവോടുകൂടി തന്നെ അതിനുള്ളിലേക്ക് നമ്മൾ ഇറക്കുകയാണ്. അതിന് മുന്നേയായിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അടുത്തേക്ക് വരൂ. ഞാൻ സെലക്ട് ചെയ്ത സയോണിൻ്റെ അറ്റം നോക്കൂ, ഇവിടെ എല്ലാം ഇതുപോലെ മുളച്ച് വരാൻ സാധ്യതയുള്ള മുകുളങ്ങളുള്ള സയോണാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതുപോലെയുള്ള നല്ല സയോൺസ് തിരഞ്ഞെടുക്കാൻ നോക്കുക, അങ്ങനെയാണെങ്കിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ നനവ് ഉണ്ടായ ഉള്ളിൽ വെള്ളം നനച്ച ആ സിപ്പപ്പ് കവർ ഞാൻ ഇതിനുള്ളിലേക്ക് ഇറക്കുകയാണ്. ഇറക്കിയതിന് ശേഷം ഹ്യൂമിഡിറ്റി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഫുൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഇതിനെ സാധാരണഗതിയിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ടേപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് വലിച്ചിട്ട് മുകൾ വശം ഒന്നും അനങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഒരു വായു നിൽക്കുന്ന രീതിയിൽ, എയർ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഇനം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമ്മൾ പിടിപ്പിച്ചത് പ്രിയൂർ എന്ന് പറഞ്ഞ ഇനമാണ്, പേരയ്ക്കാൻ മാങ്ങ എന്ന് പറഞ്ഞ ഇനമാണ്. ഇനി നമുക്കിതിന് ടാഗും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം ഗ്രാഫ്റ്റ് പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇനം തന്നെ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. ഇത് കണ്ടോ, പ്രിയൂരാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് നമ്മൾ പ്രിയൂർ എന്ന ഇനത്തിൻ്റെ ടാഗ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് തന്നെ അതിടാം. ടാഗ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഗ്രാഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെയധികം ഉപകരിക്കും. കാരണം ഒരുപാട് ഇനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ആ ബ്രാഞ്ചിനെ ഒന്ന് നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അതായത് അതിൻ്റെ താഴെയുള്ള ആ ഇലകളെയൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്ത് കളഞ്ഞ് അതൊക്കെ ഒന്ന് നീറ്റാക്കി നിർത്തുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു ഇനം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. സ്വാഭാവികമായിട്ടും ഇതിൽ 5 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. പലരും പല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യും. എനിക്ക് സക്സസ്ഫുൾ ആകുന്നു എന്ന് തോന്നിയ
നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. പലർക്കും പല രീതിയായിരിക്കാം, പല സംശയങ്ങളുണ്ടാവാം. അപ്പോൾ നമുക്കതിൽ നല്ലത് എന്ന് തോന്നിയ ബ്രാഞ്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ബ്രാഞ്ച് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. സപ്പോസ് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇനത്തിൽ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മളൊരു ഇനം നിർത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബനാന മാവിൻ്റെ കൊമ്പാണ്, സയോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ബനാന മാവ് നമ്മളിത് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സയോണൊന്ന് നമുക്ക് വൃത്തിയാക്കിയെടുത്ത് അതിനെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഴയ പോലെ തന്നെ നമുക്ക് ആ ഒരു ചാൺ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെമ്മിൽ തന്നെ 3 ബ്രാഞ്ച് നിൽക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിലേക്ക് ഒരെണ്ണം നമുക്ക് പിടിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു കൊമ്പിനെ നമ്മൾ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. ഈ 2 ബ്രാഞ്ചിലും നമ്മൾ ഓരോ ഇനം പിടിപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റ് ബ്രാഞ്ചുകൾ തടസ്സം വരാതിരിക്കാനായിട്ട് ആ ബ്രാഞ്ചിൻ്റെ ശാഖകളെ മാത്രം നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാം. നമ്മളെല്ലാം ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്, എല്ലാം ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്, ഇലകൾ ഉൾപ്പെടെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലാണ് പിടിപ്പിച്ചെടുക്കേണ്ടത്. അതിനെ നമ്മൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്കും കൂടെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. പഴയതുപോലെ നമ്മൾ അതിൻ്റെ കട്ടർ കൊണ്ട് കട്ട് ചെയ്ത ഭാഗം പുതിയ ബ്ലേഡ് കൊണ്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ നല്ല ഹൈജീനിക്കാക്കി എടുത്തു. ചതവൊന്നുമില്ലാത്ത രീതിയിലൊന്ന് ഉറപ്പുവരുത്തി, ചതവില്ല നമുക്ക് ഉറപ്പുവരുത്തി. അതിനുശേഷം നമ്മളിനി അത് കൈയൊന്നും മുറിയാതെ വളരെ കെയർഫുള്ളായിട്ട് ഒരു 1.5 ഇഞ്ച് താത്തിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു പിളർപ്പുണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു പിളർപ്പുണ്ടാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച സയോണിനെ വീണ്ടും അതേപോലെ തന്നെ നമ്മൾ നല്ല നീളത്തിന് നമ്മൾ ഷാർപ്പ് ചെയ്തെടുത്തു. കണ്ടോ, ഒറ്റ കട്ടിൽ തന്നെ നമുക്ക് ഷാർപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ അങ്ങ് അരേക്ക് പിടിപ്പിക്കുക എന്നുള്ള പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഒറ്റ കട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത ആ സയോൺ നമുക്ക് ഒന്ന് ഇറക്കി വെച്ച് അതിനെ ഒന്ന് ടൈറ്റാക്കുന്ന രീതിയിലാക്കിയെടുക്കാം. കണ്ടോ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ലെങ്തും നമ്മൾ ചെത്തിയെടുത്ത, അതായത് 2 വശം സ്കിന്നുകൾ മാറ്റി ഷാർപ്പ് ചെയ്തെടുത്ത ഭാഗവും തമ്മിലുള്ള അകലം കണ്ടോ, ഒരേപോലെ വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഇത് നല്ല ടൈറ്റാക്കിയിട്ട് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. കണ്ടോ, നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നമുക്കത് ചുറ്റാം. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റി അതിനെ ടൈറ്റാക്കി എടുക്കാം. വളരെ സമാധാനപരമായിട്ട് നോക്കി നമ്മൾ ചുറ്റിയെടുത്താൽ മതി. നമ്മൾ വെള്ളം കയറുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടൈറ്റായിട്ടിരിക്കും എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോ ചുറ്റുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ ടൈറ്റായിട്ട് ഫുള്ള് കവറാകുന്ന രീതിയിൽ ചുറ്റിയെടുത്താൽ മതി. ഉണ്ടോ, വളരെ സമാധാനമായിട്ട് ചുറ്റിയാൽ മതി. നീറ്റായിട്ട് ചുറ്റിയെടുക്കുക. ചുറ്റുമ്പോൾ കുറച്ച് മുകളിലേക്ക് കയറ്റി ചുറ്റുക, അതേപോലെ തന്നെ താഴേക്ക് ചുറ്റുക. എന്നിട്ടൊന്ന് വലിച്ച് ചുറ്റുക. രണ്ടാമത്തേനെ കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇതിൽ നമ്മൾ ബനാന മാവാണ് കേട്ടോ വെച്ചത്. ഏതിനങ്ങൾ വേണമെങ്കിലും നമുക്ക് പിടിപ്പിക്കാം. നമ്മൾ നാടൻ ഇനങ്ങളും അതുപോലെ തന്നെ വിദേശ ഇനങ്ങളും പിടിപ്പിക്കാൻ കഴിയുമെങ്കിലും നാടൻ ഇനങ്ങൾ മാത്രമാണെങ്കിൽ നാടൻ ഇനങ്ങൾ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. ഒരു കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ബനാന മാവും കൂടി ഇതിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ടൈറ്റാവാനായിട്ട് ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് അതിനെയും നമ്മൾ ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്യുകയാണ്. ഇതാ നമ്മൾ കെട്ടി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒരു ചുറ്റാം. അതുപോലെ ടൈറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്തത് ബനാന മാവാണ്. ഇതിലേക്ക് ആസിപ്പ പവർ ഇറക്കുകയാണ്. രണ്ടാമത്തെ ഐറ്റം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സിപ്പ പവർ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് ഇറക്കി നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു വർക്ക് കഴിഞ്ഞു. നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലും പഴയ പോലെ തന്നെ ബനാന എന്നാണ് നമ്മൾ ടാഗ് ചെയ്തിടുകയാണ്. അങ്ങനെ ബനാന ടാഗ് ചെയ്തിട്ടു. കണ്ടോ, ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഒരു പിളർപ്പ് വീണ്ടും ഉണ്ടാക്കുന്നു. പതിയാണ് ഉണ്ടാക്കണം. പതിയെ എടുക്കുക. ഒരു 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മളൊരു പിളർപ്പുണ്ടാക്കി. നമ്മൾ മൂന്നാമത്തെ ഇനവും അതുപോലെ തന്നെ പിടിപ്പിച്ച് കൊടുത്തു. മൂന്നാമത്തെ ഇനവും നമ്മളിതുപോലെ കഴിഞ്ഞേക്കുകയാണ്. നമ്മളിതാ അതിൻ്റെ അവസാനത്തെ ഭാഗം നമ്മൾ കെട്ടി നിർത്തി
കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കൊടുക്കുക. സിപ്പപ്പ് കവർ ഇടുക. നാംഡോക്ക് എന്ന ഇനം തിരിച്ചറിയാനായിട്ട് നമ്മളതിലേക്ക് അതിനെ ടാഗ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് നാംഡോക്ക് ചെയ്തു. അതുപോലെ ഇനി നമ്മൾ ഈ ഒരു സ്റ്റെമ്മിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള സ്റ്റെമ്മാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനോട് വണ്ണമുള്ള ഒരു സ്റ്റെമ്മാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് റെഡ് ഐവറിയുടെ ബ്രാഞ്ചാണ്, റെഡ് ഐവറിയാണ്. അതിൻ്റെയും കൂടെ നമുക്ക് ഇലകളൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഇലകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ അതിൻ്റെ സ്റ്റെം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന മാതിരി അവിടെ നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. അതായത് ആ കട്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ അറ്റം ഒന്ന് ഒരു ചെറിയ രീതിയിൽ ചതഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ആ ചതവൊന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമുക്കൊന്ന് ക്ലിയറാക്കി കൊടുത്തിട്ട് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സെൻറ്റർ കട്ട് ചെയ്ത് പിളർപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. നമ്മളത് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ എപ്പോഴും ചെയ്യുന്ന മാതിരി തന്നെ നമ്മളൊരു 1.5 ഇഞ്ച് താഴ്ത്തിയിട്ടൊരു പിളർപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അധികം സമാധാനപരമായിട്ട് നമ്മളൊരു പിളർപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സയോൺ നമുക്ക് ഷാർപ്പാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തട്ടെ, ആ ഒരു നീളം കറക്റ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ സയോണിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സയോണിൻ്റെ 2 സൈഡ് നമുക്കൊന്ന് ഷാർപ്പനാക്കി എടുക്കാനുണ്ട്. ഒന്ന് കട്ട് ചെയ്യാം. നമ്മുടെ ആ പിളർപ്പിലേക്ക് അത് ഇളക്കി വയ്ക്കുകയാണ്. ഇത് കുറച്ച് വലിയ സ്റ്റെം ആയതുകൊണ്ട് നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ബ്ലൈഡ് ഉപയോഗിക്കുന്നത് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. പുതിയ ബ്ലൈഡ് ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില പണി കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റാക്കി ചുറ്റുകയാണ്. അതിൻ്റെ തന്നെ എഡ്ജ് കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കെട്ടിയെടുക്കുകയാണ്. കെട്ടി നിർത്തിയിട്ടുണ്ട്. കട്ട് ചെയ്യാം. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ആ ഒരു ഭാഗം ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് ഒരു ഘട്ടം കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു ബ്രാഞ്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കവർ ഇട്ട് കൊടുക്കാം. പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഉള്ളിൽ എയർ നിൽക്കുന്ന രീതിയിൽ ബബിൾ ഉണ്ടാക്കിയെടുത്ത് വരുന്ന രീതിയിലാക്കി കൊടുത്തതിന് ശേഷം അതിനെയും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് റെഡ് ഐവറി എന്ന ഇനമാണ് ഇതിലേക്ക് പിടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ 4 ഇനങ്ങൾ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. റെഡ് ഐവറി ചെയ്തിട്ടുണ്ട്, ഇവിടെ നാംഡോക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബനാന ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ തന്നെ പ്രിയൂരിൻ്റെ ഒരു ഇനം കൂടെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ പേര് ഇട്ടുന്ന ടാഗ്, അതായത് നമുക്ക് ടാഗും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ് ഐവറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നാംഡോക്ക് റെഡി ആയിട്ടുണ്ട്, ബനാന റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയൂർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 ഇനങ്ങളാണ് നമ്മളിതിൽ പിടിപ്പിച്ചത്. അത് കൂടാതെ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ഇത് മൂവാണ്ടൻ്റെ ആണ് നിലവിൽ. അപ്പോൾ നമ്മൾ മൂവാണ്ടൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ മൂവാണ്ടൻ്റെ ഒരു ബ്രാഞ്ച് മാത്രം നിലനിർത്തിയിട്ട് മറ്റുള്ള ബ്രാഞ്ചുകളെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണം. അതായത് ഈ മരത്തിനെ ഒന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആ ഒരു പ്രൊസീജിയറിലോട്ട് കിടക്കാം. നമ്മൾ കുറച്ച് ഇലകളെയൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ചിനെ നമ്മൾ ബ്രാഞ്ചായിട്ട് തന്നെ നിലനിർത്തുന്നുണ്ട്. നമ്മൾ ഇതിനൊന്ന് ഒഴിവാക്കി എടുക്കുകയാണ്. നമ്മൾ മുറിച്ച് കളയുന്നില്ല. എന്തെങ്കിലും സാഹചര്യവശാൽ നമുക്ക് ഇതിൽ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് നിർത്തുകയാണ്. അതുകൂടാതെ ഇതിൻ്റെയൊക്കെ ഇലകൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. അതായത് മരത്തിനൊരു സ്ട്രെസ്സ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ബ്രാഞ്ചസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തഴച്ച് വളരുന്നതിന് ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രെസ്സ് പോലെ ആക്കിയെടുക്കുകയാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇലകളെയൊക്കെ മാറ്റി കൊടുത്ത് ഒരു ബ്രാഞ്ചിനെ നിലനിർത്തി മറ്റ് ബ്രാഞ്ചുകളെ നമ്മൾ മുകളിലോട്ട് ചേർത്ത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലകളെയൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആക്കിയെടുത്ത് കുറച്ച് ഇലകളെയൊക്കെ നിർത്തി ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ നമുക്ക് മെയിനായിട്ടും വളർന്ന് വരാൻ
സാഹചര്യം ഒരുക്കുന്ന, അതായത് നിലനിർത്തേണ്ട ഒരു ബ്രാഞ്ചിനെ ഇയും കൂടെ വൃത്തിയാക്കി എടുക്കാം. ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു മരത്തിനെ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി എന്നൊക്കെ ഇപ്പോൾ പരാതികളൊക്കെ ഒരുപാട് പേര് പറയും. പക്ഷേ നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ഈ രീതികൾ എനിക്ക് വിജയകരമെന്ന് തോന്നുന്നതും എനിക്ക് അത് ക്ലിയറായി കിട്ടുന്ന രീതിയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിൽ സക്സസ് ആയി കിട്ടുന്നുമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം, അതായത് നമ്മൾ കട്ട് ചെയ്ത ബ്രാഞ്ചുകൾ മുറിവായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ റബ്ബർ കോട്ട് അടിച്ചു കൊടുക്കുക. ഏറ്റവും നല്ലത് റബ്ബർ കോട്ടാണ്. വെള്ളം ഇറങ്ങാതെ അല്ലെങ്കിൽ ചീക്ക് രോഗം ബാധിക്കാതെയൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മുടെ റബ്ബർ കോട്ടാണ്. അതങ്ങോട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ ഒരു മൂവാണ്ടൻ്റെ മാവിൽ നമ്മൾ 4 ഇനങ്ങൾ പിടിപ്പിച്ചു. കൂടാതെ ഒരു ബ്രാഞ്ചിനെ നിലനിർത്തി അതിനെ വൃത്തിയാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാവിൻ്റെ മറ്റ് ബ്രാഞ്ചുകളിലൊക്കെയുള്ള ലീഫൊക്കെ കുറച്ചിട്ട് കുറച്ച് ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി അതിനെ പുതുതായിട്ട് തഴച്ച് വളരാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു മാവിനെയൊക്കെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് തളിർത്ത് വരുമല്ലോ. ആ ഒരു പ്രൊസീജിയറായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. നിലവിൽ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചുകൾ വളരും, മറ്റുള്ള അടുത്ത് വളരുന്നതിനുള്ള ഒരു സാധ്യത കുറയും. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്തത് ആ ഗ്രാഫ്റ്റായ ഭാഗങ്ങൾ വളർന്നു വരാനുള്ള ഒരു ടെൻഡൻസി ഇവിടെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ബ്രാഞ്ചുകൾ താഴ്ത്തി മുറിക്കാതെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രാഞ്ചുകളിൽ നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതാണ്. ഇനി ഇത്രയും കാണിച്ച ഈ ഗ്രാഫ്റ്റ് പിടിച്ച സംഗതികൾ ഗ്രാഫ്റ്റ് സക്സസ് ആയി കിട്ടുകയാണെങ്കിൽ താഴ്ഭാഗം കട്ട് ചെയ്ത് നമ്മളിതിനെ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മുടെ റബ്ബർ കോട്ട് തേച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്ത് എടുക്കുന്നതാണ്. ഇങ്ങനെയാണ് ഒരു മാവിൽ പല ഇനങ്ങൾ പിടിപ്പിച്ച് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത മാവാക്കി മാറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആവശ്യമുള്ളവർ, ഈ ചെയ്ത മാവുകൾ ആവശ്യമുള്ളവർ ഇനങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു തരാൻ കഴിയുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ നിലവിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച തൈകളാണ്. ഇതിൽ നിലവിൽ കണ്ടോ, ഇതെല്ലാം മുളച്ച് വരുന്നുണ്ട്. ഇവിടെയും അത് മുളച്ച് റെഡിയായി വന്നിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ചും ഇത് നമുക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്രാഞ്ചും സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ചെയ്ത ഈ ബ്രാഞ്ചുകളെല്ലാം തന്നെ സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുപ്പുള്ള ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ മഴക്കാലവും തിരഞ്ഞെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഇതെല്ലാം വിജയകരമാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.